മാന്യസദസ്സിന് വന്ദനം. ആധുനിക കവിത്രയത്തിലെ ശബ്ദസൗന്ദര്യമായ വള്ളത്തോൾ നാരായണമേനോൻ രചിച്ച പ്രശസ്ത കവിതയാണ് എൻ്റെ ഗുരുനാഥൻ. സത്യം, സ്നേഹം, ദയ, അഹിംസ എന്നിവ കൊണ്ട് ലോകത്തെ തന്നെ മാറ്റിമറിച്ച മഹത് വ്യക്തിത്വമാണല്ലോ മഹാത്മാഗാന്ധി. അദ്ദേഹത്തിനെ സ്വന്തം ഗുരുനാഥനായി സങ്കല്പിച്ചുകൊണ്ടാണ് വള്ളത്തോൾ ഈ കവിത രചിച്ചിരിക്കുന്നത്. ലോകമേ തറവാടു തനിക്കീ ചെടികളും പുൽക്കളും പുഴുക്കളും കൂടിത്തൻ കുടുംബക്കാർ. ത്യാഗമെന്നതേ നേട്ടം, താഴ്മ താനഭ്യുന്നതി, യോഗവിത്തേവം ജയിക്കുന്നിതൻ ഗുരുനാഥൻ. താരകമണിമാല ചാർത്തിയാലതും കൊള്ളാം, കാരണിച്ചളി നീളെ പുരണ്ടാലതും കൊള്ളാം. ഇല്ലിഹ സംഘം ലേപമെന്നിവ സമസ്വച്ഛമല്ലയോ, വിഹായ സവണ്ണമെൻ ഗുരുനാഥൻ. ദുർജന്തുവിഹീനമാം ദുർലഭതീർത്ഥഹൃദം, കജ്ജളോദ്ഗമമില്ലാത്തൊരു മംഗളദീപം. പാമ്പുകൾ തീണ്ടിയിടാത്ത മാണിക്യമഹാനിധി, പാഴ്നിഴലുണ്ടാകാത്ത പൂനിലാവിന്നാചാര്യൻ. ശസ്ത്രമെന്നിയെ ധർമ്മസങ്കരം നടത്തുന്നോൻ, പുസ്തകമെന്നേ പുണ്യാധ്യാപനം പുലർത്തുന്നോൻ. ഔഷധമെന്നേ രോഗം ശമിപ്പിപ്പവൻ, ഹിംസാദോഷമെന്നേ യജ്ഞം ചെയ്വവനെന്നാചാര്യൻ. ശാശ്വതമഹിംസയാണം മഹാത്മാവിൻ വ്രതം, ശാന്തിയാണവിടേക്കു പരദേവത പണ്ടേ. ഓതുമാറുണ്ടദ്ദേഹം അഹിംസാമണിച്ചട്ട, ഏതുടവാളിൻ കൊടുവായി തലമടക്കാത്തു. ക്രിസ്തുദേവന്റെ പരിത്യാഗശീലവും, സാക്ഷാൽ കൃഷ്ണനാം ഭഗവാന്റെ ധർമ്മരക്ഷോപായവും. ബുദ്ധന്റെ അഹിംസയും ശങ്കരാചാര്യരുടെ ബുദ്ധിശക്തിയും, രന്തിദേവന്റെ ദയാവായ്പും, ശ്രീ ഹരിശ്ചന്ദ്രനുള്ള സ്ഥൈര്യവും, മുഹമ്മദിൻ ധൈര്യവും ഒരാളിൽ ചേർന്നൊത്തു കാണണമെങ്കിൽ ചെല്ലുവിൻ ഭവാൻമാരൻ ഗുരുവിൻ നികടത്തിൽ. അല്ലായ്കിലവിടുത്തെ ചരിത്രം വായിക്കുവിൻ, അല്ലായ്കിലവിടുത്തെ ചരിത്രം വായിക്കുവിൻ. ഗീതയ്ക്കു മാതാവായ ഭൂമിയെ ദൃഢമിതുമാതിരിയൊരു കർമ്മയോഗിയെ പ്രസവിക്കൂ. ഹിമവത് വിന്ധ്യാചല മധ്യദേശത്തെ കാൺമൂ, ശമമേ ശീലിച്ചെഴും ഇത്തരമൊരു സിംഹത്തിനെ. ഗംഗയാറൊഴുകുന്ന നാട്ടിലെ ശരിക്കിത്ര മംഗളം കായ്ക്കും കൽപ്പപാദമുണ്ടായി വരും. ഗംഗയാറൊഴുകുന്ന നാട്ടിലെ ശരിക്കിത്ര കൽപ്പപാദമുണ്ടായി വരും. ഗംഗയാറൊഴുകുന്ന നാട്ടിലെ ശരിക്കിത്ര മംഗളം കായ്ക്കും കൽപ്പപാദമുണ്ടായി വരും. നമസ്തേ ഗതദർശ, നമസ്തേ ദുരാദർശ,
നമസ്തേ സുമഹാത്മൻ നമസ്തേ ജഗദ്ഗുരു നമസ്തേ ഗതദർശ നമസ്തേ ദുരാദർശ നമസ്തേ സുമഹാത്മൻ നമസ്തേ ജഗദ്ഗുരു നമസ്തേ ജഗദ്ഗുരു നമസ്തേ ജഗദ്ഗുരു. നന്ദി, നമസ്കാരം.